ഇന്ന് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പി കാണാം. അതും കഷ്ണങ്ങളൊന്നും ഇടാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മോരുകറിയാണിത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കോട്ടയം സ്റ്റൈല് മോരുകറി എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. കോട്ടയംകാർക്ക് മുളകിട്ട മീൻകറി ചോറിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഈ മോരുകറിയും ഉണ്ടാവും. അതൊരു പ്രത്യേക കോമ്പിനേഷനാണ് ഈ ചോറിൻ്റെ ഒപ്പം ഈ രണ്ട് കറികളും കൂട്ടി കഴിക്കുക എന്ന് പറഞ്ഞാൽ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 4 പച്ചമുളക് എടുത്ത് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ വെളുത്തുള്ളി ഒരു 6 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഒരു 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ഇത് കൂടാതെ കറിവേപ്പില 2 തണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അതത്രയും സൈഡിൽ മാറ്റി വയ്ക്കുക. ഇനി ഒരു മിക്സിയുടെ ബൗളെടുത്ത് അതിലോട്ട് തേങ്ങയുടെ കൂട്ട് അരയ്ക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനുവേണ്ടി ഇവിടെ മിക്സിയുടെ ബൗളിൽ ഒരു 5 ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയതും 2 വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. ജീരകം പൊടിക്കണമെന്ന് നിർബന്ധമില്ല, ഫുള്ളായിട്ടുള്ളതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് സൈഡിൽ മാറ്റി വയ്ക്കുക. അടുത്തതായി മോരുകറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വയ്ക്കാം. നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുക. കടുക് ചേർക്കുന്ന ഭാഗം ഞാൻ വിട്ടുപോയതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി എണ്ണയിൽ കിടന്ന് നല്ലപോലെ ചൂടായി പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചുവന്നുള്ളിയുടെ ഒന്നും കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ആ മിക്സിയിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അരപ്പൊക്കെ നല്ലപോലെ മിക്സിയിൽ നിന്ന് വന്നോളും. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചച്ചോവയൊക്കെ മാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അരപ്പൊക്കെ ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിടുക. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മോരാണ്. 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് മോരാണ് ഞാൻ ഇതിലോട്ട് ഈ മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ കട്ടയായിട്ടുള്ള മോര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കരുത്. ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും ഇളക്കുക. ചെറിയ തീയിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ചൂടാക്കി എടുക്കുക. തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. കാരണം തിളച്ചു കഴിഞ്ഞാൽ ഈ മോരുകറി പിരിഞ്ഞ പോലെ ആയി വരും. അതുകൊണ്ട് തിളപ്പിക്കരുത്. നല്ലപോലെ ചൂടാക്കി തീ ഓഫ് ചെയ്ത് വെക്കുക. ഈ മോരുകറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന മോര് ചെറിയ പുളിയുള്ള മോര് തന്നെ എടുക്കുക. തീരെ പുളിയില്ലാത്ത മോരെടുത്താൽ ആ ടേസ്റ്റ് കിട്ടില്ല. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. എന്നിട്ട് പാകമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി മോരുകറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഇത്. മുളകിട്ട മീൻകറിയുടെ കൂടെ ഈ മോരുകറിയും കൂട്ടിയിട്ട് വേണം ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസും ഒക്കെ ഞാൻ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനത്തെ സിമ്പിൾ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തുടർന്നും നിങ്ങൾ വീഡിയോസൊക്കെ കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.